വളരെ അവിചാരിതമായിട്ടുള്ളൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്നത് പോലും നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളതാണല്ലോ. ഞാൻ എൻ്റെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ആളാണ്. മാറി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടിയെ ഞാൻ പൂർണ്ണമായിട്ട് മാനിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ നടപടി എന്ന് പറഞ്ഞാൽ പാർട്ടിപ്പെട്ട ഏതെങ്കിലും ഒരു നമ്മുടെ പരിചയത്തിലുള്ള ആളെ കണ്ടാൽ തിരിഞ്ഞു നടക്കുക എന്ന് പറയുന്നൊരു നടപടിയൊന്നുമില്ല. അതിപ്പോൾ കോൺഗ്രസിൻ്റെ നല്ല CPMൻ്റെ ഒരു നേതാവിനെ പരിചയക്കാരനായ ഒരാളെ കണ്ട് നമ്മൾ സംസാരിക്കില്ലേ? BJPയുടെ ഒരാളെ കാണുന്നെങ്കിൽ നമ്മൾ സംസാരിക്കില്ലേ? ഏത് പാർട്ടിയുടെ ആണെങ്കിലും നമ്മൾ ഒരാളെ കാണുമ്പോൾ അറിയാവുന്നവരാണെങ്കിൽ സംസാരിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. എൻ്റെ വളരെ അടുത്ത സ്നേഹിതനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അതിനപ്പുറം ഈ വാർത്തയ്ക്ക് പറയുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഒന്ന്, ഞാനിപ്പോൾ കോൺഗ്രസിൽ നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഞാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം സംസാരിക്കേണ്ട കാര്യം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ശ്രീ VK ശ്രീകണ്ഠനില്ല, തിരിച്ചുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു ചായ കുടിക്കുന്നത് പോലും ഇത്രയും വലിയ വാർത്തയാകുന്ന കാലത്ത് നമുക്കതിനകത്തൊന്നും ഒന്നും പറയാനില്ല. പിന്നെ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് എന്ത് എക്സ്ക്ലൂസീവ് വേണേലും കൊടുക്കാം. ഇന്ന് കണ്ടൻറ്റ് കുറവുള്ള ദിവസമാണെങ്കിൽ അതൊക്കെ കൊടുക്കാം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ അതാണ് സത്യം എന്ന് ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമെങ്കിലും നിങ്ങൾ മിനിമം ചെയ്യണം. വളരെ അവിചാരിതമായിട്ട് കാണുന്നൊരു കാര്യത്തെ അതിനിങ്ങനെ ഒരു വാർത്തയാക്കുക. പിന്നെ നിങ്ങളെന്താ വിചാരിക്കുക, നടപടി എടുത്തു എന്ന് കരുതിയിട്ട് തമ്മിൽ കണ്ടാൽ മിണ്ടില്ലേ? ഒരു പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്കെതിരെ നടപടി എടുത്തു, ആളെ പിന്നെ വഴി വെച്ച് കണ്ടാലോ എവിടെയെങ്കിലും ഹോട്ടൽ വെച്ച് കണ്ടാലോ നിങ്ങൾ മിണ്ടില്ലേ? വ്യക്തിപരമായ ബന്ധങ്ങളില്ലേ, മനുഷ്യന്മാരല്ലേ? അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഒരു വാർത്താ കണ്ണുകളോടുകൂടി കാണുന്നത് നല്ലതാണോ എന്ന് അവരവർ തന്നെ പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മുറിയിൽ ഞാനും ശ്രീ VK ശ്രീകണ്ഠനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകളുടെ സത്യസന്ധതയില്ലായ്മയ്ക്ക് അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്. ഒരു റെസ്റ്റോറൻറ്റാണ്, ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വാസ്തവമില്ലാത്ത, എന്തിനാണ് നമ്മൾ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാനങ്ങനെ മാധ്യമധർമ്മമൊന്നും പഠിപ്പിക്കാനായിട്ടില്ല, അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണോ രണ്ടുപേർ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? ഇപ്പോൾ ശ്രീ VK ശ്രീകണ്ഠനും ഞാനും തമ്മിൽ രഹസ്യമായി സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണോ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്നും വേറെ ആളുകളുണ്ടെന്നുമൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ ആ മുറിയിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതുതരം വാർത്താ രീതിയാണ് എന്ന് അവരവർ തന്നെ പരിശോധിക്കുക. പിന്നെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ബോർഡ് വയ്ക്കാറില്ല. ഒഫീഷ്യൽ പരിപാടികൾക്ക് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ നാട്ടിൽ, അത് MLA ആയ കാലം തൊട്ട് എൻ്റെ നാട്ടിലൂടെ അങ്ങനെ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല. അത് ഏറ്റവും ചുരുങ്ങിയത് പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാമല്ലോ. ഞാൻ ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ മാത്രമാണ് ബോർഡ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. അല്ലാതെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അതിലൊക്കെ നിങ്ങളിങ്ങനെ ദുരൂഹതയും വാർത്താ സാധ്യതയും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. താങ്ക് യു.